ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു A4 ഷീറ്റ് വേണം. ആ A4 ഷീറ്റിൽ നമ്മളൊരു ചെറിയൊരു പീസ് മതി നമുക്കിത് ഉണ്ടാക്കാൻ. നമ്മുടെ A4 ഷീറ്റ് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. അതിനുശേഷം നമ്മൾ നല്ലോണം അമർത്തണം കേട്ടോ, ആ ഒരു അടിഭാഗം. അതിനുശേഷം നമ്മൾ കത്രികേനോണ്ട് ആ ലൈന് വരുന്ന ഭാഗത്ത് നമ്മൾ മുറിച്ച് കൊടുക്കുക. മുറിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പേപ്പർ കിട്ടുമല്ലോ, ആ പേപ്പർ നമ്മൾ മടക്കിയതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് ഷീറ്റ് പേപ്പർ കിട്ടും. ആ ഷീറ്റിലാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഈ പേപ്പറല്ല കേട്ടോ, ഇതിനെ മടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പം ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ എനിക്ക് അത്ര വേണ്ട. ഞാൻ ഈ പേപ്പറാണ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്കിത് മുറിക്കാം. നിങ്ങൾക്ക് എത്ര ഷീറ്റ് പേപ്പർ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിതാ കുറച്ച് 4 പേജ്, ഇതിന് 4 പീസ് പേപ്പറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 എണ്ണേ എടുക്കുന്നുള്ളൂ. എനിക്ക് അത്ര മതി, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഞാൻ 4 പീസ് പേപ്പർ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് ബാക്കി വന്ന A4 ഷീറ്റിൻ്റെ എടുക്കുക, വെക്കുക. അതിനുശേഷം അതിനെക്കാട്ടിയും വലിയ പേപ്പർ നമ്മൾ മുറിച്ചെടുക്കണം. ഓക്കെ, നീളവും അതിനെക്കാട്ടിയും കുറച്ച് നീളവും വീതിയുള്ള പേപ്പറാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ ആയിപ്പോകും. നിങ്ങൾക്ക് കൂടുതൽ പേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ A4 ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ 4 എണ്ണം മതിയോണ്ട് ഞാൻ അത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ടു ഡു ലിസ്റ്റിൽ നിന്ന് പേര് എഴുതണം. അതായിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് പെന്നാണ് പേസ്റ്റൽ കളേഴ്സിൻ്റെ, നിങ്ങൾക്ക് കളർ പേപ്പർ ആയാലും അത് യൂസ് ചെയ്യണമെങ്കിൽ. ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തത്. പെയിൻറ്റും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ബോർഡർ ഞാൻ കുറച്ച് ഡാർക്ക് ബ്രഷ് പെൻ വെച്ചിട്ടാണ് കളർ ചെയ്തത്. അങ്ങനെ വലിയ പേപ്പർ എടുത്തിട്ട് ടു ഡു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഞാനങ്ങനെ ഇവിടെ ടു ഡു ലിസ്റ്റിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിലും ടു ഡു ലിസ്റ്റിൽ നിന്ന് എഴുതി കൊടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ ഡേറ്റ് എഴുതി കൊടുക്കാം. നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്നുള്ള ഡേറ്റൊക്കെ വേണ്ടേ. അപ്പം ഞാനത് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല ഡേറ്റ് എഴുതുന്നത്. എന്നിട്ട് നമുക്ക് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര എണ്ണം വേണ്ടതെന്ന് വെച്ചിട്ട് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. ഇനി ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിനെ മേളിൽ വെക്കുക. കുറച്ച് പേപ്പറിലും കുറച്ച് പുറത്തൊട്ടുന്ന വിധത്തിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഇനി ഈ ഒട്ടിച്ച സാധനം നമ്മൾ ഈ വലിയ പേപ്പറിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുക. അതുപോലെ നമ്മൾ എല്ലാ പേപ്പറും ഒട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് സ്റ്റിക്കി നോട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചുമരിൽ ഒട്ടിക്കുന്ന പേപ്പർ ഒട്ടിക്കുന്ന വീഡിയോ കാണിച്ചിരുന്നുണ്ട്.